മഴ കനത്തതോടെ സെക്രട്ടേറിയറ്റിന് പിന്നിലെ മരങ്ങൾ അപകട ഭീഷണിയിൽ. പടുകൂറ്റൻ മരങ്ങളാണ് ഏത് നിമിഷവും നിലം പതിക്കാവുന്ന രീതിയിൽ റോഡിന് ഒരു വശത്ത് ഭീഷണിയായി നിൽക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. ഇത് സെക്രട്ടേറിയറ്റ് പരിസരം. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ പല ആവശ്യങ്ങൾക്കായി വരുന്ന വഴി. കാണാൻ തലയെടുപ്പുള്ള മരങ്ങളാണ്. ഏതാണ്ട് 50 വർഷത്തോളം പഴക്കവും മരങ്ങൾ. എന്നാൽ ശക്തമായ ഒരു മഴ മതി, കാറ്റ് മതി ഈ മരങ്ങളൊന്ന് ചായാൻ. ഇതൊരു അപകട ഭീഷണിയാണ്. പലയിടത്തും വന്ന് മെഡിക്കൽ കോളേജിലും മറ്റും വന്ന് കാറിന് മുകളിൽ കൂടെ ഒന്ന് മരം വീണതായിട്ടൊക്കെ ഒന്ന് ഞാൻ പത്രവാർത്തയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞ് പിന്നെ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. സെക്രട്ടേറിയറ്റ് പിന്നിലാണ്, തൊട്ട് മുമ്പിൽ തന്നെ. പിന്നെ ഈ ലൈൻ കമ്പിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ വലിയ അപകടം തന്നെ ഉണ്ടായില്ലേ. വണ്ടികൾ പോകുമ്പോഴേ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മരം ചാങ്ങി നിൽക്കുന്നത്. വലിയ വണ്ടികൾ വരികയാണെങ്കിൽ അതിൻ്റെ ബോഡി എവിടെ ഇടിക്കും. ഭയങ്കരമായ ഭീഷണി തന്നെയാണ്. കാറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടികളൊന്നും ഇടാൻ പറ്റിയില്ല. എല്ലാവരും റെസ്റ്റിന് വേണ്ടിയും ഈ വേനൽ സമയത്ത് കംപ്ലീറ്റ് വണ്ടികളും ഇവിടെയാണ് കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. തണൽ മരങ്ങൾ എന്ന് പറഞ്ഞ് ഇവയെ മാറ്റി നിർത്തിക്കൂടാ. മരങ്ങളുടെ വേരുകൾ ഇറങ്ങി മതിലുകൾക്ക് വരെ കോട്ടം സംഭവിച്ചിരിക്കുന്നു. മരച്ചില്ലകൾ റോഡരികിലെ കെട്ടിടങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചു. സെക്രട്ടേറിയറ്റ് പരിസരമാണ്. എന്തായാലും ഈ വഴി യാത്ര ചെയ്യുന്നവരും മരങ്ങൾക്ക് താഴെയായി വാഹനം പാർക്ക് ചെയ്തവരും ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. വീഡിയോ ജേർണലിസ്റ്റ് ഗോപനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.